നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കും. നമ്മൾ തീർച്ചയ്ക്കും പൗലോസ് പറയുന്ന പോലെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെ പറഞ്ഞ അവിടെ പറയുന്നുണ്ട്, നാം നമ്മെ തന്നെ വിധിച്ചിരുന്നെങ്കിൽ നാം നീതീകരിക്കപ്പെടുവായിരുന്നു. നാം നമ്മെ തന്നെയാണ് വിധിക്കേണ്ടത്, നാം ന്യായീകരിക്കപ്പെടുവായിരുന്നു. നമ്മളെ തന്നെയാണ് വിധിക്കേണ്ടത്. അപ്പൊ ഇത് വരുമ്പോഴേ കൃപ മുഴുവൻ നമ്മുടെ അഹങ്കാരം ഭയങ്കര പ്രശ്നം. അഹങ്കാരം, മറ്റുള്ളവരെ കുറ്റം പറയും, ബോധം പഠിക്കുക, ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാം കുറ്റം പറച്ചിലും പരദോഷവും വരുമ്പോഴത്തേക്ക് വിധിക്കുക, ജഡ്ജ് ചെയ്യുക. ദൈവവചനത്തെ പോലെ 2 കരുത്തോടെ ഹല്ലേലൂയ. അപ്പൊ അവന് ആ ചുങ്കക്കാരനെ പ്രാർത്ഥിക്കുന്നവനെ കൃപ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കാരഭാവത്തോടെ വലിയ രീതി അവൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നു കൃത്യമായിട്ട്. പള്ളിയിലും എല്ലാ കാര്യവും വളരെ വളരെ നല്ല രീതിയിൽ അവൻ്റെ ബഹുബേയം. പക്ഷേ അവന് അഹങ്കാരം എന്ന് സാമനിക്കുന്നുണ്ട്. ഇവനിലേക്ക് കൃപ കൊടുക്കുന്നില്ല. നേരെ ചുങ്കക്കാരനെ കുറിച്ച് മാറത്തടിച്ചുകൊണ്ട് കർത്താവെ പാപിയാനുമേക്കാർ ആ പ്രാർത്ഥന കൊണ്ടല്ല അവൻ രക്ഷപ്പെടുന്നത്. പ്രാർത്ഥനയിലല്ല അവൻ്റെ അവൻ്റെ മനോഭാവമാണ് അവൻ്റെ കൃപയ്ക്ക്. എളിമയെന്ന മനോഭാവം. അവന് എളിമപ്പെടാം. ദൈവമേ, ഞാൻ പാപിയാണ്, I'm a sinner, O Lord. I'm unworthy, O Lord. ഞാൻ നിന്റെ മുമ്പിലേക്ക് യോഗ്യതയില്ല ദൈവമേ എന്ന് ഉള്ളിൽ എനിക്കിത് ആഗ്രഹിക്കുക. എനിക്ക് കൃപയോ ഉള്ളുകൊണ്ടൊരു കണ്ടെത്തി, ഉള്ളുകൊണ്ടൊരു ബോധ്യം, ഞാൻ ഭാവിയാണെന്നുള്ളൊരു ബോധ്യം, I'm a sinner എന്നുള്ള ബോധ്യം. ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല. ഞാൻ ആ ചില കൊണ്ട് കാശും പൈസ വിദ്യാഭ്യാസം പിന്നെ ഒരിക്കലും താഴില്ല. അവർ എളുപ്പപ്പെട്ടു ആരെ നിൽക്കുമ്പോൾ തന്നെ ചില ആളുകൾ കണ്ട പോലെ പ്രായമുള്ളവരെ കണ്ടാലോ അല്ല ആരെ കണ്ടാലോ ഒന്നും അവർ